വെച്ച കോഴിന്റെ മണം. ബോസേ എല്ലാം പുറത്തെ ഇനിയാണ് മാത്രം എടുത്തോളൂ, ഞാൻ ചെയ്തിട്ടില്ല പിങ്കി. അല്ല എന്തോ അല്ല, പഴങ്കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ വെച്ച കരിവാട് അതല്ലേ? ഓഹോ, അപ്പ എന്റെ കരിവാട് മോഷ്ടിച്ചത് ബോസ് ആണല്ലേ? പാവം, ഞാൻ ആ കിങ്ങിണിപ്പുറ്റിയെ സംശയിച്ചു പോയി. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ എന്തായാലും അതിനോട് പണി ഞാൻ തരാം. ഇപ്പൊ ഞാൻ പറയാൻ വന്നത് അതൊന്നുമല്ല, ചില വെളിപ്പെടുത്തലുകൾ പുറത്തായി എന്നാ ഞാൻ പറയാൻ വന്നേ. ചിലരുടെ എന്റെ ബോസേ, ഞാൻ പറയാൻ വന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്ന സംഭവം അല്ലേ നമ്മളെ നടി ആക്രമിച്ച കേസ് അല്ലേ? ഘട്ടത്തിലേക്ക് കടന്നിരിക്കല്ലേ? അതെ. അപ്പൊ ആ തുടക്കകാലത്ത് ഈ കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിയുടെ അഭിഭാഷകനായിരുന്നത് ആരാണ്? അഡ്വക്കേറ്റ് ബി ആളൂര്. അല്ലേ? അതെ. നീ എന്താ അറിയാത്ത പോലെ ഒരു ഇതൊക്കെ എടി, അതൊക്കെ ഇവിടെ പാട്ടായ സംഭവമല്ലേ? പിന്നീട് ആളൊരു പൾസസുനിയുടെ വക്കാലത്ത് ഒഴിഞ്ഞ സംഭവമൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ട്. ഇതൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല, വെറുതെ കരാടുണ്ടോ പിന്നീട് ആളൊരു പൾസസുനിയുടെ വക്കാലത്തൊക്കെ ഒഴിഞ്ഞു. പിന്നെ പൾസസുനിയുടെ ആളുകൾ ദിലീപുമായിട്ട് ബന്ധപ്പെട്ട് സ്വാധീനങ്ങൾക്ക് ശ്രമിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം വക്കാലത്ത് ഒഴിഞ്ഞെന്നുള്ള വാർത്തയൊക്കെ അന്ന് വലിയ രീതിയിൽ ചർച്ചയായി. പിന്നെ പൾസസുനി ആരാണ് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതെന്ന പേര് പറയാതെയായിരുന്നു അഡ്വക്കേറ്റ് ആളൂർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി താൻ വക്കാലത്ത് ഒഴിയുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പച്ചയായ സത്യമല്ലേ എന്റെ പിങ്കി? അതൊക്കെ പച്ചയായ സത്യമൊക്കെ തന്നെ. പക്ഷെ അന്ന് താൻ വക്കാലത്ത് ഒഴിയാനുണ്ടായ കാരണം ചില സാഹചര്യങ്ങൾ വീണ്ടും വിശദീകരിച്ചെത്തിയിരിക്കുകയാണ് നമ്മൾ ആളൂര്. അപ്പൊ ഈ ആളൂരിന്റെ വിശദീകരണം ചിലപ്പോ അല്ല, അന്ന് വക്കാലത്ത് ഒഴിയാണ്ടായ സാഹചര്യമൊക്കെ എല്ലാരും പറഞ്ഞ് പാട്ടാക്കിയത് തന്നെ പച്ചയായ സത്യം തന്നെ. പക്ഷെ ഇന്നിപ്പോ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ആളൂർ നടത്തിയിട്ടുണ്ടെന്ന്. അതിപ്പോ ദിലീപിന് പറയാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്ത് സംഭവം? അല്ല ബോസേ, അഡ്വക്കേറ്റ് ആളൂര് ഈ കേസിലേക്ക് വന്നത് കൊണ്ടാണ് ദിലീപ് എന്ന് പറയുന്ന വലിയ സ്റ്റാറിനെ അറസ്റ്റ് ചെയ്തതെന്ന് നമ്മൾ ചിലരൊക്കെ പറയുന്നില്ലേ, ചിലരൊക്കെ വിശ്വസിക്കുന്നില്ലേ? സത്യം തന്നെ. എന്നാലും ഒരു കേസിലെ പ്രതിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോ എന്നോട് ആവശ്യപ്പെട്ട് ഞാൻ അവരെ കാണാൻ പോകുകയോ ചെയ്താൽ അത് നിയമപരമായ കുറ്റമാണോ? അല്ല. അപ്പൊ സുഹൃത്ത് തന്നെ കാണുകയും ഒരു തുക തന്നെ ഏൽപ്പിക്കുകയും നേരിൽ കണ്ട് സംസാരിച്ചതിനും ശേഷമാണ് കേസ് ഏറ്റെടുക്കണമെന്ന് പറയുന്നതെന്നും ബി എ ആളൂര് പറഞ്ഞിരുന്നു. തന്നെ മാത്രമല്ല, കേസ് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറായി കോടതിയിൽ വന്നപ്പോഴാണ് അദ്ദേഹം കാര്യങ്ങൾ ആവർത്തിക്കുകയും ഞാൻ അഭിഭാഷകനായി വരികയും ചെയ്തത്. എന്നാൽ ഞാൻ അഭിഭാഷകനായി വന്ന ശേഷമാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. അതങ്ങനെയായിരുന്നു. അതിന് പിന്നിലുള്ള ചേതോവികാരം നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മതി. അതായത് ബോസിന് മനസ്സിലായി കാണുമല്ലോ എന്താണെന്ന്. അപ്പൊ തുടക്കത്തില് ദിലീപിന് ജാമ്യം കിട്ടാതായപ്പോ വേറെ അഭിഭാഷകനെ വെക്കുന്നു, അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നു. അപ്പോഴും പൾസർ സുനിക്ക് എതിരായ ആരോപണങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുന്നു. അപ്പൊ ഇതൊക്കെ പച്ചയായ സത്യങ്ങളല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? പൾസർ സുനിക്ക് വേണ്ടി നിരന്തരം ശ്രമിച്ചിട്ടും ജാമ്യം ലഭിക്കൂല. അപ്പൊ പിന്നീടും വിചാരണ കൂടി നടത്തണമെന്ന് ആവശ്യപ്പെടും. അങ്ങനെ ആവശ്യപ്പെടുമ്പോ വക്കീൽ എന്ന നിലയിലുള്ള ഫീസ് വേണമെന്ന് ഞാൻ പറഞ്ഞു. ആളൂര് പറഞ്ഞ് അപ്പൊ നിങ്ങൾ എനിക്ക് ഫീസ് നൽകിയില്ലെങ്കിൽ വിചാരണമായി മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റൂല എന്നും കൂടി ആളൂര് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വേറെ അഭിഭാഷകനെ വെക്കാമെന്ന് പറയുന്നതും അങ്ങനെയാണ് കോടതിയിൽ നിന്ന് തന്നെ പിന്മാറിയത് എന്നുമാണ് ആളൂര് പറയുന്നത്. പക്ഷേ ആളൂരിന്റെ ഈ വെളിപ്പെടുത്തലിൽ ചില രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നില്ലേ? കേസ് തീരാറായപ്പോ എല്ലാം പുറത്തു വരുന്നുണ്ടല്ലോ അല്ലേ? എന്തായാലും ഇങ്ങനെയൊക്കെ നേരത്തെയാണ് പൾസസുനി വന്നത്, ഇപ്പൊ വക്കീൽ ആളൂര് വന്നു. എന്തൊക്കെയോ ചീഞ്ഞ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ബോസിന് മനസ്സിലായോ എന്തോ എന്ന് എനിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. എന്നാലും ബോസേ, നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് എന്റെ കക്ഷിയോടല്ലാതെ വേറെ ഏതെങ്കിലും കക്ഷികളോടോ വ്യക്തികളുമായിട്ടോ സംസാരിച്ചിട്ടില്ല. പക്ഷെ ചില ആളുകൾക്ക് നമ്മുടെ അടുത്ത് വരണമെന്നും വന്ന് സംസാരിക്കണമെന്നും ഉണ്ടായിരുന്നു. ഒരാൾ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ അയാളെ വിശ്വസിക്കുന്നു, വീണ്ടും കഷ്ടപ്പാടിലാണെന്ന് പോകുന്നതെങ്കിൽ അയാളെ തട്ടിമാറ്റി അടുത്ത ആളിലേക്ക് പോകും. അതിനെന്തോ ഒളിഞ്ഞടക്കുന്നില്ലേ എന്ന് എനിക്കൊരു ഡൗട്ട്. എന്തൊക്കെയോ ദുരൂഹതകളില്ലേ, എന്തൊക്കെയോ ആരൊക്കെയോ കുത്തി പറയുന്ന ഒരു ഫീൽ ഇല്ലേ? നീ വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങല്ലേ? ഒന്ന് തുടങ്ങിയതിന്റെ പണി ഇതുവരെയും തീർന്നിട്ടില്ല. അതിനിടയിൽ ഒന്നും കൂടി വേണ്ട.
എടി പിങ്കി, പറ ബോസേ. ദിലീപിന് നാളെ ശിക്ഷ കിട്ടുകയാണെങ്കിൽ കേസ് മുന്നോട്ട് പോകാൻ വേറെ അഭിഭാഷകനെ ഏൽപ്പിക്കാം. അതല്ല, അദ്ദേഹത്തെ വെറുതെ വിടുകയാണെങ്കിൽ നിലവിലെ അഭിഭാഷകരെ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകാവുന്നതാണ്. മറ്റേ രാമപിള്ളാനാണ്. അതന്നെ, ഇതൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആ കേസിൽ പ്രോസിക്യൂഷൻ നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അങ്ങനെയല്ല ബോസേ, ഈ പ്രീ കോൺസ്പിറസി കോൺസ്പിറസി നീ ആദ്യം പോയി നാക്ക്. എന്റെ ബോസ്, ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് തന്നെ വന്ന. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പ്രീ കോൺസ്പിറസിയും പോസ്റ്റ് കോൺസ്പിറസിയും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചാൽ ദിലീപിന് ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പല്ലേ? അപ്പൊ പിന്നെ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്യും. ഈ കേസുമായി ബന്ധപ്പെട്ട് പല അന്വേഷണ ഉദ്യോഗസ്ഥരും പല കാര്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ പിന്നെ പറയണ്ട, നല്ല രീതിയിൽ തന്നെ കേസൊക്കെ പോകുന്നത് തന്നെ. അല്ല, മറ്റേ പൾസോനി ഇവിടെ മറ്റേ സ്റ്റിംഗ് ഓപ്പറേഷനിൽ പറഞ്ഞിട്ട് കുറെ ദിവസങ്ങളായി. ഇവിടെ പോലീസുകാരൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, എന്നാൽ ഇതെല്ലാം കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, ഇല്ലല്ല. അപ്പൊ പിന്നെ ഈ ദിലീപിന് ശിക്ഷ കിട്ടും. അതായത് പ്രതിഭ പോസ്റ്റ് കോൺസ്പിറസിയും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചാൽ ദിലീപിന് ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പല്ലേ? അപ്പൊ പിന്നെ എന്തായാലും ദിലീപ് ജയിലിൽ പോകും. അല്ല, ആളൂര് പറഞ്ഞത് അവിടെ നിക്കട്ടെ, അത് നമുക്ക് അന്വേഷിക്കാം. നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞേ? നിന്നോട് ഞാൻ ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരായി? അതിനു മുമ്പ് എന്റെ കരുവാട് മോട്ടിച്ച് തിന്നില്ലേ? ആരോട് ചോദിച്ചിട്ട് എന്റെ കരുവാട് മോട്ടിച്ചത്? എന്റെ കരുവാട് എന്തിനു മോട്ടിച്ചത്? വേണ്ട.